ഗുഡ് ഈവനിങ് എവ്രി വൺ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് എന്ന് പറയുന്നത് പ്ലാന്റ് പ്രൊട്ടക്ഷൻ ആണ്. പ്ലാന്റ് പ്രൊട്ടക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് റെഫേഴ്സ് ടു ഓൾ പ്രാക്ടീസസ് യൂസ്ഡ് ടു സേഫ് ഗോഡ് ക്രോപ്സ് ഫ്രം പെസ്റ്റ് ഡിസീസസ് ആൻഡ് വീഡ്സ് ടു എൻഷുർ ഹെൽത്തി ഗ്രോത്ത് ആൻഡ് ഹൈ ഈൽഡ്. അതായത് പ്ലാന്റ് പ്രൊട്ടക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു വിളയെ അതിൻ്റെ കീടങ്ങളിൽ നിന്നും അതുപോലെ തന്നെ രോഗങ്ങളിൽ നിന്നും കള പോലെയുള്ള കാര്യങ്ങളിൽ നിന്നൊക്കെ എന്ത് ചെയ്യാൻ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന മെത്തേഡുകളാണ് പ്ലാന്റ് പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത്. അങ്ങനെ ആ ഒരു പ്ലാന്റ് പ്രൊട്ടക്ഷൻ ചെയ്യുമ്പോൾ നമുക്ക് എൻഷുർ ചെയ്യാൻ പറ്റുന്നത് എന്താണ്? ഹെൽത്തി ഗ്രോത്ത് ആൻഡ് ഹൈ ഈൽഡ്. ഹെൽത്തി ആയിട്ടുള്ള ഗ്രോത്ത് ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ നമുക്ക് നല്ല വിളവ് ലഭിക്കും. സോ പ്ലാന്റ് പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത് എന്താണ്? നല്ല വിളവിനും ഹെൽത്തി ആയിട്ട് വളരാനും വേണ്ടിയിട്ട് പ്ലാന്റ്സുകളെ പെസ്റ്റ് കീടങ്ങളിൽ നിന്ന്, ഡിസീസുകളിൽ നിന്ന്, അതുപോലെ തന്നെ അതിനെ നശിപ്പിക്കുന്ന കളകളിൽ നിന്നൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്ന എല്ലാ പ്രാക്ടീസുകളും പ്ലാന്റ് പ്രൊട്ടക്ഷനിൽ വരും. അതിൽ കുറേ മെത്തേഡുകൾ നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. ബയോളജിക്കൽ, മെക്കാനിക്കൽ, കെമിക്കൽ എന്നൊക്കെ പറഞ്ഞിട്ട്. അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ബയോളജിക്കൽ കൺട്രോളാണ്. ബയോളജിക്കൽ കൺട്രോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹിയർ വി യൂസ് നാച്ചുറൽ എനിമീസ് ടു കൺട്രോൾ പെസ്റ്റ് ആൻഡ് ഡിസീസസ്. നമുക്കറിയാം നാച്ചുറൽ എനിമീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇപ്പോൾ ഏതൊരു സാധനത്തിനും അതിൻ്റേതായിട്ടുള്ള ഒരു പ്രകൃതിദത്തമായിട്ടുള്ള ഒരു എനിമി ഉണ്ടായിരിക്കും. ഫോർ എക്സാമ്പിൾ നമ്മൾ പാമ്പും കീരി എന്നൊക്കെ പറയുന്നത് പോലെ ഇവിടെ ഇപ്പോൾ നമ്മളെ വിളയെ അറ്റാക്ക് ചെയ്യുന്ന ഏതെങ്കിലും ഒരു കീടത്തിൻ്റെ നാച്ചുറലായിട്ടുള്ള പ്രകൃതിദത്തമായിട്ടുള്ള ഒരു എനിമീനെ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുക. ഫോർ എക്സാമ്പിൾ അതൊരു പ്രിഡേറ്റർ ആയിരിക്കാം, ഒരു ഇരപിഡിയൻ ആയിരിക്കാം, ഒരു പാരസൈറ്റ് ആയിരിക്കാം, ഒരു പരാത ജീവിയായിരിക്കാം, അല്ലെങ്കിൽ ഒരു പാത്തോജൻ ആയിരിക്കാം. നമുക്ക് ദോഷമായിട്ടുള്ള ആ ഒരു ജീവിയെ രോഗം വരുത്തുന്ന എന്തെങ്കിലും സാധനങ്ങളായിരിക്കാം. സോ അതാണ് നാച്ചുറൽ എനിമി എന്ന് പറയുന്നത്. ഒരിക്കലും അതിന് നല്ലത് വരുത്തുന്നതായിരിക്കില്ല. അതിനെ ഏതെങ്കിലും രീതിയിൽ ദോഷമായി ബാധിക്കുന്ന നാച്ചുറൽ ആയിട്ടുള്ള എനിമീനെ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതാണ് ബയോളജിക്കൽ കൺട്രോൾ എന്ന് പറയുന്നത്. യൂസ് ഓഫ് നാച്ചുറൽ എനിമീസ് ടു കൺട്രോൾ പെസ്റ്റ് ആൻഡ് ഡിസീസസ് ആണ്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ലേഡി ബർഡ് ബീറ്റിൽസ്. ഈ താഴെ കാണുന്ന ഈ ഒരു റെഡ് ആയിട്ടുള്ള വണ്ടുണ്ടല്ലോ, ഈ വണ്ടുകൾ എഫിഡ്സുകളെ നന്നായിട്ട് എന്ത് ചെയ്യും? തിന്നുന്ന സാധനങ്ങളാണ്. നമ്മൾ ഈ ചാഴി എന്നൊക്കെ പറയുന്ന സാധനങ്ങളില്ലേ. സോ എഫിഡ്സിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ലേഡി ബേർഡ് ബീറ്റിൽസിനെ നമ്മുടെ കൃഷിയിടങ്ങളിലേക്ക് ഇറക്കാൻ പറ്റും. അടുത്തതാണ് ട്രൈക്കോഗ്രാമ വാസ്പ്. ട്രൈക്കോഗ്രാമ വാസ്പ് എന്ന് പറയുന്നതാണ് ഈ മുകളിലെ പിക്ചറിൽ കാണപ്പെടുന്നത്. അത് ഒരു തരം പ്രാണിയാണ്. അതായത് നമ്മളെ ചെതലിൻ്റെയൊക്കെ പോലെ തോന്നിക്കുന്ന ഒരു പ്രത്യേക തരം പ്രാണി. ഈ പ്രാണികൾക്ക് കാറ്റർ പില്ലേഴ്സിനെ കഴിക്കാൻ പറ്റും. അതാണ് ബാസിലസ് തുറിഞ്ചിയൻസിസ് എന്ന് പറയുന്നത്. അതൊരു ബാക്ടീരിയയാണ്. അതിന് ഈ ലാർവകളെ കൊല്ലാൻ പറ്റും. സോ ഇതൊക്കെയാണ് ബയോളജിക്കൽ കൺട്രോൾ എന്ന് പറയുന്നത്. നമ്മൾ ഒരു കെമിക്കലോ ഒന്നും ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്ട് പ്രകൃതിദത്തമായിട്ട് ഒരു ജീവിയുടെ അതിൻ്റെ തന്നെ ശത്രുവിനെ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതാണ് ബയോളജിക്കൽ കൺട്രോൾ എന്ന് പറയുന്നത്. ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്കോ ഫ്രണ്ട്ലി ആൻഡ് സസ്റ്റൈനബിൾ ആണ്. അത് എക്കോ ഫ്രണ്ട്ലി ആണ്. നോ കെമിക്കൽ റെസിഡ്യൂ. ഒരു കെമിക്കൽ നമ്മൾ യൂസ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ മെത്തേഡാണ് കെമിക്കൽ കൺട്രോൾ. ആ പേര് തന്നെയുണ്ട്. നമ്മൾ എന്തായിരിക്കും യൂസ് ചെയ്യുന്നത്? കെമിക്കൽസ് ആയിരിക്കും. യൂസിങ് സിന്തറ്റിക് കെമിക്കൽസ് ടു കിൽ ഓർ റെപ്പൽ പെസ്റ്റ് ആൻഡ് ഡിസീസസ്. രോഗങ്ങളിൽ നിന്നോ കീടങ്ങളിൽ നിന്നോ നമ്മൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കെമിക്കൽസ് ആയിട്ട് യൂസ് ചെയ്യുന്നതിനെ നമ്മളിപ്പോൾ കീടനാശിനികൾ എന്നൊക്കെ പറയില്ലേ, ആ സംഭവമാണ് കെമിക്കൽ കൺട്രോൾ എന്ന് പറയുന്നത്. ടൈപ്പ് ഇൻസെക്ടിസൈഡ്, പ്രാണികളെ കൊല്ലുന്ന ഇൻസെക്ട്സിനെ കൺട്രോൾ ചെയ്യുന്നവയുണ്ട്. ഫംഗിസൈഡ്സ്, ഇപ്പോൾ കുറേ പൂപ്പൽ വന്നു കഴിഞ്ഞാൽ ആ ഒരു ചെടി നശിച്ചു പോകുമല്ലോ. സോ ഫംഗസുകളെ കൺട്രോൾ ചെയ്യുന്ന ഫംഗിസൈഡ്സുകളുണ്ട്. ഹെർബിസൈഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീടുകളെ, കള പോലെയുള്ള ചെടികളെ കൺട്രോൾ ചെയ്യുന്നതാണ് ഹെർബിസൈഡ്സ് എന്ന് പറയുന്നത്. റോഡൻറ്റിസൈഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റോഡൻസ്, ഈ നുഴഞ്ഞ് കയറിയിട്ട് അല്ലെങ്കിൽ നമ്മളിങ്ങനെ തണ്ടൊക്കെ തുരന്ന് കഴിക്കുന്ന സാധനങ്ങളില്ലേ, തണ്ട് തുരപ്പൻ എന്നൊക്കെ പറയില്ലേ, അങ്ങനത്തെ ജീവികളെ കൺട്രോൾ ചെയ്യുന്നതാണ് റോഡൻറ്റിസൈഡ്സ് എന്ന് പറയുന്നത്. ഇതിൻ്റെ ഗുണം എന്താ ചോദിച്ചു കഴിഞ്ഞാൽ ഇത് കുറച്ചുകൂടി ഫാസ്റ്റാണ്, ഇഫക്റ്റീവാണ്. ബട്ട് അതിന് ദോഷം എന്താ ചോദിച്ചു കഴിഞ്ഞാൽ പൊല്യൂഷനാണ്. നമുക്കറിയാം ഇപ്പോൾ എൻഡോസൾഫാനൊക്കെ നമുക്ക് ഒരു വലിയ ഡിസാസ്റ്ററായിട്ട് മാറിയില്ലേ. സോ പൊല്യൂഷൻ ഉണ്ട്. നമ്മളെ റെസിസ്റ്റൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പ്രാണികൾ മെല്ലെ മെല്ലെ ഈ ഒരു കെമിക്കൽസിനൊക്കെ
അതിജീവിക്കാൻ തുടങ്ങും, റെസിസ്റ്റൻ്റായി മാറി തുടങ്ങും. നമ്മളിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുമ്പോൾ, ഇപ്പോൾ നമ്മളൊക്കെ തന്നെ കൊതുക് തിരിയൊക്കെ യൂസ് ചെയ്യുമ്പോൾ ഇപ്പോഴത്തെ കൊതുകുകൾക്കൊന്നും അത് ഏൽക്കുന്നില്ല എന്നൊക്കെ ആൾക്കാർ പറയില്ലേ. അതായത് നോർമലി അവരുടെ ശരീരം ഇതിനെ എതിർക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കും, അഡാപ്റ്റ് ആയിട്ട് കൊണ്ടിരിക്കും. അതാണ് റെസിസ്റ്റൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആൻഡ് ഹാം ടു ബെനഫിഷ്യൽ ഓർഗാനിസം. ഇങ്ങനെ കെമിക്കൽ കൺട്രോൾ നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്കിപ്പോൾ ഒരു കൃഷിയിടങ്ങളിൽ വേണ്ട മണ്ണിര പോലെയുള്ള ബെനഫിഷ്യൽ ആയിട്ടുള്ള നമുക്ക് ഗുണം തരുന്ന മിത്രജീവികളുണ്ടായിരിക്കും, അവയ്ക്ക് അതെന്താണ് ദോഷകരമായി ബാധിക്കും എന്നുള്ളതാണ് കെമിക്കൽ കൺട്രോൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ അടുത്തതാണ് മെക്കാനിക്കൽ കൺട്രോൾ. മെക്കാനിക്കൽ കൺട്രോളിന് നമുക്ക് വേണമെങ്കിൽ ഫിസിക്കൽ കൺട്രോൾ എന്ന് കൂടെ പറയാം. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ യൂസിങ് ഫിസിക്കൽ ഓർ മാനുവൽ മെത്തേഡ്സ് ടു റിമൂവ് ഓർ ഡിസ്ട്രോയ് പെസ്റ്റ്. കീടങ്ങൾ ഒഴിവാക്കാൻ വേണ്ടി നമ്മളിങ്ങനെ മെക്കാനിക്കലായിട്ടുള്ള മെത്തേഡുകൾ, യന്ത്രങ്ങളോ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉപയോഗിക്കുന്നതാണ് എന്തെന്ന് പറയുന്നത് മെക്കാനിക്കൽ കൺട്രോൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഉദാഹരണം, ഹാൻഡ് പിക്കിംഗ് പെസ്റ്റ് ഫോർ ഡിസീസ്ഡ് പാർട്സ്. ഇപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു ചെടിക്ക് എന്തെങ്കിലും ഡിസീസോ അല്ലെങ്കിൽ ഏതെങ്കിലും കീടമോ ആക്രമിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കതിനെങ്ങനെ നമ്മൾ തന്നെ അതിനെ ഹാൻഡ് പിക്ക് ചെയ്ത് കളയുക. നമ്മൾ തന്നെ അതിനെങ്ങനെ ഇപ്പോൾ ഒരു ഇലയുടെ അറ്റാണെങ്കിൽ ആ ഇലയുടെ അറ്റം മുറിച്ച് കളയുക. അങ്ങനെ നമ്മൾ ഹാൻഡ് പിക്കിങ് ചെയ്യുക. മനുഷ്യന്മാർ മാനുവലായിട്ട് ചെയ്യുന്നതാണ് മെക്കാനിക്കൽ കൺട്രോളിലെ ഒരു ഭാഗം എന്ന് പറയുന്നത്. ദെൻ അടുത്തത് ട്രാപ്സ്, ബേരിയേഴ്സ് ആൻഡ് നെറ്റൊക്കെ യൂസ് ചെയ്യുക. ട്രാപ്പുകൾ, കെണികൾ വെക്കുക. ഈ ഒരു ചിത്രത്തിൽ അങ്ങനെ ഒരു നെറ്റ് യൂസ് ചെയ്തിട്ടുള്ള ഒരു കെണിയുടെ ഫോട്ടോ ആണ് കാണിക്കുന്നത്. ദെൻ ബേരിയേഴ്സ്, എന്തെങ്കിലും തടസ്സങ്ങൾ വെക്കുക. ദെൻ നെറ്റ് യൂസ് ചെയ്യുക. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ മാർക്കറ്റിൽ ഭയങ്കര അവൈലബിൾ ആയിട്ടുള്ള ഒരു സാധനമായിരുന്നു ഈച്ചേനെ കൊല്ലുന്ന ഒരു സ്റ്റിക്കർ. ആ സ്റ്റിക്കറിൽ വന്നിട്ട് ഈച്ച വന്നിരുന്ന് കഴിഞ്ഞാൽ അതിൻ്റെ കാലവിടെ എന്താ പറയുക ഒട്ടിപ്പോയിട്ട് അതിന് പറക്കാൻ പറ്റാണ്ട് അത് ചാവുന്ന അവസ്ഥയില്ലേ. അങ്ങനെയുള്ള ഇതിനെ ട്രാപ്പ് ചെയ്യുന്ന എന്തെങ്കിലും ട്രാപ്സുകളൊക്കെ വയ്ക്കുന്നത് കേട്ടോ. ദെൻ ടില്ലേജ് ടു ഡിസ്ട്രോയ് പെസ്റ്റിസൈഡ്. ഇപ്പോൾ ഈ കീടങ്ങൾ വളരുന്ന ഏരിയനെ നമ്മൾ ഒന്നുകൂടി ഉഴുത് മറിക്കുകയൊക്കെ ചെയ്യുക. ദെൻ ബേണിംഗ് ഓഫ് ഇൻഫെക്റ്റഡ് റെസിഡ്യൂസ്. ഇപ്പോൾ ഏതെങ്കിലും ഒരു ചെടിക്ക് എന്തെങ്കിലും കീടബാധ ഏറ്റിട്ടുണ്ടെങ്കിൽ ആ ചെടീനെ മുഴുവനായിട്ടും കത്തിച്ച് കളയുക. അതായത് അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നിന്ന് വേറൊരു ചെടിയിലേക്ക് അത് സ്പ്രെഡ് ആവില്ല. ഇതാണ് മെക്കാനിക്കൽ കൺട്രോൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതിൻ്റെ ഗുണം എന്താ ചോദിച്ചു കഴിഞ്ഞാൽ സിമ്പിൾ ആൻഡ് സേഫാണ്. കുറച്ചുകൂടി സിമ്പിൾ മെത്തേഡാണ്, സേഫായിട്ടുള്ള മെത്തേഡാണ്. ദെൻ അതിൻ്റെ കോൺസ്, ദോഷവശം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലേബർ ഇൻറ്റൻസീവാണ്. നമുക്കിത് അറിയുന്ന ആൾക്കാരെ, അതായത് ഇതിൽ എക്സ്പേർട്ടായിട്ടുള്ള ആൾക്കാരെ നമുക്ക് കുറച്ചുകൂടി വേണ്ടി വരും. നമുക്ക് കുറച്ച് ആൾക്കാർക്ക് അതായത് ലേബർ ഇൻറ്റൻസീവ്, അത്രയും തൊഴിലാളികളുടെ ആവശ്യം അതിലുണ്ടായിരിക്കും. ദെൻ ലാസ്റ്റ് വണ്ണാണ് ബയോ പെസ്റ്റിസൈഡ്സ് എന്ന് പറയുന്നത്. ബയോ പെസ്റ്റിസൈഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ബയോ പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം നമ്മൾ എന്തെപ്പോഴും പറയാറ് അത് കുറച്ചുകൂടി നാച്ചുറൽ ആയിട്ടുള്ള സാധനങ്ങളായിരിക്കും. അതായത് പെസ്റ്റിസൈഡ്സ് ഡിറൈവ്ഡ് ഫ്രം നാച്ചുറൽ മെറ്റീരിയൽസ് സച്ച് ആസ് പ്ലാന്റ്, ബാക്ടീരിയ, ഫംജി ഓർ മിനറൽസ്. അതായത് നമ്മൾ ഈ കീടനാശിനികൾ ഉണ്ടാക്കിയിട്ടുള്ളത് നാച്ചുറൽ ആയിട്ടുള്ള റിസോഴ്സസുകളിൽ നിന്നാണ്, യാതൊരു കെമിക്കൽസും യൂസ് ചെയ്യാണ്ടാണ്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഏതെങ്കിലും പ്ലാന്റ്സിൻ്റെ എക്സ്ട്രാക്റ്റുകൾ, പ്ലാന്റ്സിൽ നിന്നുള്ള അവശിഷ്ടങ്ങൾ നമ്മൾ കീടനാശിനികളായിട്ട് ഉപയോഗിക്കാം, ബാക്ടീരിയകൾ ഉപയോഗിക്കാം, ഫംഗസിനെ ഡയറക്റ്റായിട്ട് ഉപയോഗിക്കാം, മിനറൽസ് ഉപയോഗിക്കാം. ഉദാഹരണം പറയുകയാണെങ്കിൽ മൈക്രോബിയൽ, ഈ സൂക്ഷ്മജീവികൾ അടങ്ങിയിട്ടുള്ള ബാക്ടീരിയകളൊക്കെ അടങ്ങിയിട്ടുള്ള ഒരു സാധനമാണ് ബാസിലസ് തുറിഞ്ചിയൻസിസ്. ഈ സാധനം നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അത് ഒരു കെമിക്കലല്ല, പക്ഷേ അതിൻ്റെ ഉള്ളിലുള്ളത് ബാക്ടീരിയയാണ്. ഈ ബാക്ടീരിയകൾക്ക് ഈ കീടങ്ങളുടെ ലാർവ ഉണ്ടായിരിക്കില്ലേ, ആ ലാർവേനെ കൊല്ലാൻ പറ്റും. ദെൻ ബൊട്ടാണിക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലാന്റിൽ നിന്നും ഡിറൈവ് ചെയ്തിട്ടുള്ളത്. ഫോർ എക്സാമ്പിൾ നീം എക്സ്ട്രാക്റ്റ്, ആര്യവേപ്പിൻ മിശ്രിതമൊക്കെ നമ്മൾ പൊതുവെ ഇങ്ങനെ കലക്കിയിട്ട് ചെടികളിലൊക്കെ തളിക്കാറുണ്ട്, ഇതേപോലെയുള്ള കീടങ്ങളും ചാഴികളൊന്നും വരാതിരിക്കാൻ. വേപ്പിൻ കുരു, സത്ത് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇപ്പോൾ വാങ്ങാനും പറ്റും, നമുക്ക് ഉണ്ടാക്കാനും പറ്റും. സോ അതാണ് നീം എക്സ്ട്രാക്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ബയോ കെമിക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിറമോൺസുകൾ, അതായത് ഇവരെ ട്രാപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഫിറമോൺസ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്താ ചോദിച്ചു കഴിഞ്ഞാൽ സേഫ് ഫോർ ഹ്യൂമൻസ് ആൻഡ് എൻവയോൺമെൻറ്റ്. യാതൊരു പൊള്യൂഷനും ഉണ്ടാക്കാണ്ട് അത് സേഫാണ്. റെഡ്യൂസസ് കെമിക്കൽ ഡിപ്പെൻഡൻസ്, നമ്മൾ കൂടുതലായിട്ട് കെമിക്കൽസ് ഇതിൽ ഇൻവോൾവ് ചെയ്യിപ്പിക്കുന്നില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ഗുണം എന്ന് പറയുന്നത്. സോ ഇത്രയാണ് നമ്മൾ പ്ലാൻ പ്രൊട്ടക്ഷൻ്റെ സബായിട്ട് വരുന്നത്. എന്താണ് പ്ലാൻ പ്രൊട്ടക്ഷൻ? പ്ലാൻ പ്രൊട്ടക്ഷൻ നമ്മൾ പറഞ്ഞു, നമ്മൾ ഒരു പ്ലാന്റിനെ അതിനെ എന്താ പറയുക അറ്റാക്ക് ചെയ്യുന്ന കീടങ്ങളിൽ നിന്നോ അല്ലെങ്കിൽ അതിനെ അറ്റാക്ക് ചെയ്യുന്ന രോഗങ്ങളിൽ നിന്നോ അല്ലെങ്കിൽ അതിന് നാശമായിട്ട് ബാധിക്കുന്ന
കള പോലെയുള്ള വീടുകളിൽ നിന്നോ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന എല്ലാ മെഷേഴ്സുകളും പ്ലാന്റ് പ്രൊട്ടക്ഷൻ എന്നുള്ള ഒരു അണ്ടറിലാണ് വരിക. ദെൻ അത് 3-4 ടൈപ്പ് ഉണ്ട്. അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ബയോളജിക്കൽ കൺട്രോളാണ്. ഇവിടെ നമ്മൾ യാതൊരു കെമിക്കലും യൂസ് ചെയ്യാണ്ട് ഇപ്പോൾ ഒരു പെസ്റ്റ് ആണെങ്കിൽ അതിൻ്റെ ഈ നാച്ചുറൽ ആയിട്ടുള്ള എനിമീനെ യൂസ് ചെയ്തിട്ട് അതിനെ കൺട്രോൾ ചെയ്യുന്ന രീതിയാണ് ബയോളജിക്കൽ കൺട്രോൾ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ നമ്മൾ ഈ ലേഡി ബേർഡ് ബീറ്റിൽസിനൊക്കെ നമുക്ക് എഫിഡ്സിനെ കൺട്രോൾ ചെയ്യാൻ ഉപയോഗിക്കാം. ട്രൈക്കോഗ്രാമ വാസ്പ് എന്ന് പറഞ്ഞ ഈ ഒരു പ്രാണി ഉപയോഗിച്ചിട്ട് നമുക്ക് പല സ്കാറ്റർ പില്ലേഴ്സ് ഉണ്ടായിരിക്കില്ലേ, ഈ ചെറിയ പൂമ്പാറ്റകളെ പോലെ തോന്നിക്കുന്നതും അതുപോലെ ചെറിയ പുഴുക്കളൊക്കെയുള്ള സാധനങ്ങളെ കൊല്ലാൻ പറ്റും. ദെൻ അടുത്തതാണെന്ന് പറയുന്നത് കെമിക്കൽ കൺട്രോൾ. ഇവിടെ നമ്മൾ ശരിക്കും സിന്തറ്റിക് ആയിട്ടുള്ള റെഡിമെയ്ഡ് ആയിട്ടുള്ള കെമിക്കൽസാണ് യൂസ് ചെയ്യുന്നത്. നമ്മൾ എൻഡോസൾഫാനൊക്കെ ഇതിനൊരു എക്സാമ്പിളാണ്. ദെൻ അടുത്തത് മെക്കാനിക്കൽ കൺട്രോൾ. മെക്കാനിക്കൽ കൺട്രോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കെമിക്കൽസും ഇല്ല, ഒന്നുമല്ല, നമ്മൾ ഹാൻഡ് പിക്ക് ചെയ്തിട്ട് അല്ലെങ്കിൽ നമ്മൾ മാനുവലായിട്ട് ചെയ്യുന്ന എന്തെങ്കിലും മെത്തേഡോ അല്ലെങ്കിൽ നമ്മൾ വല്ല ട്രാപ്പോ അങ്ങനെ എന്തെങ്കിലും യൂസ് ചെയ്യുന്നതാണ് മെക്കാനിക്കൽ കൺട്രോൾ എന്ന് പറയുന്നത്. ദെൻ ലാസ്റ്റ് വൺ ബയോ പെസ്റ്റിസൈഡ്സ്. ബയോ പെസ്റ്റിസൈഡ്സ് പറഞ്ഞു കഴിഞ്ഞാൽ നാച്ചുറലായിട്ടുള്ള പ്രൊഡക്റ്റുകളിൽ നിന്നും ഡിറൈവ് ചെയ്തിട്ടുള്ള പെസ്റ്റിസൈഡുകളാണ് ബയോ പെസ്റ്റിസൈഡ്സ് എന്ന് പറയുക. ഫോർ എക്സാമ്പിൾ അതിൻ്റെ ഉള്ളിൽ വല്ല ബാക്ടീരിയ ആയിരിക്കാം, ഫംഗസ് ആയിരിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ചെടിയുടെ എക്സ്ട്രാക്റ്റിന് ചെടിയിൽ നിന്ന് നമ്മൾ ശേഖരിച്ച അവശിഷ്ടങ്ങൾ നമുക്ക് എന്തായിട്ട് യൂസ് ചെയ്യാം, പെസ്റ്റിസൈഡായിട്ട് യൂസ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ നീം എക്സ്ട്രാക്റ്റ്, വേപ്പിൻ കുരു സത്ത് എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് വാങ്ങാൻ കിട്ടുന്നത് വേപ്പിൻ കുരു അരച്ചുണ്ടാക്കുന്നതാണ്, അല്ലെങ്കിൽ വേപ്പിൻ്റെ ഇല അരച്ചുണ്ടാക്കുന്നതാണ് ആര്യവേപ്പിൻ്റെ. അതൊരു നല്ലൊരു കീടനാശിനിയായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ദെൻ ബാക്ടീരിയയുടെ കേസാണെങ്കിൽ BT, ബാസിലസ് തുറിഞ്ചിയൻസിസ് ഒക്കെയാണ് ഉപയോഗിക്കുക. ദെൻ ഫംഗിസൈഡ്സുകളും ഉണ്ട് കുറേ, ഫംഗൽ ഡിറൈവ്ഡ് പെസ്റ്റിസൈഡ്സുകളും നമുക്ക് വളരെ കോമൺ ആയിട്ടുണ്ട്. സോ ഇതൊക്കെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻവയോൺമെൻറ്റ് ഫ്രണ്ട്ലി ആണ്, അതുപോലെ തന്നെ എന്താണ് കെമിക്കൽ ഡിപ്പെൻഡൻസ് ഇല്ലാത്തത് കൊണ്ട് വേറെ പ്രശ്നങ്ങളൊന്നും ആർക്കും വരുന്നില്ല. ഇതാണിപ്പോൾ ജസ്റ്റ് നമ്മൾ ആ ഒരു ടോപ്പിക് എന്ന് പറയുന്നത്. ഇത് കൂടാണ്ട് നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് വായിച്ചു നോക്കണം. ടെക്സ്റ്റ് ബുക്കിൽ ഇതേ കാര്യങ്ങൾ തന്നെ വീണ്ടും കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. അഡ്വാൻറ്റേജുകൾ ഡിസഡ്വാൻറ്റേജുകളൊക്കെ കുറച്ചധികം പോയിൻറ്റ്സുകളുണ്ട്. നമ്മൾ ഈ ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ അതൊന്ന് വായിച്ച് നോക്കിയിട്ട് ടെക്സ്റ്റ് കൂടെ വായിച്ചിട്ട് വേണം നോട്ട് പ്രിപ്പയർ ചെയ്യാൻ. ഓക്കെ, ശരി, താങ്ക് യു.